ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാളിക്കടവാണ്. കോഴിക്കോട് ബൈപ്പാസിൽ തന്നെ ഉള്ളൊരു ഭാഗമാണ് മാളിക്കടവ്. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ ഒരു അണ്ടർപാസ് കാണാം. അണ്ടർപാസിൻ്റെ അടുത്തു നിന്നാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. ഈ അണ്ടർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിനുള്ളിലൂടെ ഉള്ള വാഹന ഗതാഗതം തുറന്നു കൊടുത്തിട്ടില്ല. അത് നമുക്ക് കാണാം. ഇവിടെ ഇതിൻ്റെ തൂണുകളൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ ഹൈവേ നല്ല ഉഷാറായിട്ട് വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴ്ഭാഗത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടാണ് പോകാനുള്ളത്. വെങ്ങളം ഭാഗങ്ങളിലേക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ മാളിക്കടവ് അണ്ടർപാസിൻ്റെ മുകളിലൂടെ വരുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാമറക്കുള്ളൊരു ഭാഗത്ത് മാത്രമാണ് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിയാത്തുള്ളൂ. ഇവിടെയും കാണാം നമുക്ക് ഇങ്ങനെയുള്ളൊരു ഭാഗത്ത്. ബാക്കിയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ വാഹനങ്ങൾ ഓടുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക്. ഞാൻ സർവീസ് റോഡിൻ്റെ ഭാഗത്തൂടെയാണ് പോകുന്നത്. എന്നാലേ നമുക്ക് പുതിയ വർക്കിൻ്റെ അപ്ഡേറ്റ് കിട്ടുള്ളൂ. സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി ഹൈവേയിൽ വർക്ക് കംപ്ലീറ്റ് ആയതുകൊണ്ട് വാഹനങ്ങൾ നല്ല സ്പീഡിൽ പോകുന്നതല്ലാതെ വേറെ ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫ്ലൈ ഓവറൊക്കെ വരുന്നുണ്ട് മുൻഭാഗത്തെ. അതിൻ്റെ അടുത്തേക്കൊക്കെ പോയി നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. മൈക്കാവൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഈ ഭാഗത്ത് ഒരു ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ അടുത്ത് തന്നെ ഒരു സിഗ്നലൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സിഗ്നലൊന്നും നമ്മളെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനെയുള്ള ഭാഗത്തൊന്നും സിഗ്നൽ കൊടുത്ത് കാണുന്നില്ല. സിഗ്നലൊക്കെ വർക്കിംഗ് ആയിട്ടുണ്ട് കാണാം നമുക്ക്. പിന്നെ ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത, ഈ ലൈറ്റിൻ്റെയൊക്കെ തൂണുകൾ കൊടുത്ത് ഒരു ഇരുമ്പിൻ്റെ ഭാഗം വെൽഡ് ചെയ്ത് അവിടെ പിടിപ്പിച്ചത് കാണാം നമുക്ക്. അതുപോലെയുള്ള സംഭവങ്ങളിൽ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ ഹൈവേയിൽ നിന്ന് വെള്ളം ഒഴുകി പോകാനുള്ള പൈപ്പുകളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ വർക്കുകൾ സെറ്റാക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു ചെറിയൊരു അണ്ടർപാസിൻ്റെ ഉള്ളിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ പിന്നെ മറ്റുള്ള വാഹനങ്ങളൊക്കെ എങ്ങനെ പോകുമെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ളൊരു ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് മൈക്കാവൂർ അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്ന് ഈ കോൺക്രീറ്റ് വാൾ കൊടുക്കുന്ന ഭാഗത്തൊക്കെ പെയിൻറ്റ് ചെയ്യോ, സീബ്ര ലൈൻ പോലുള്ള കളറ് ഈ വെള്ളയും കറുപ്പയും പെയിൻറ്റ് ചെയ്യുമോയെന്ന്. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിന് പെയിൻറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെയും പെയിൻറ്റ് ചെയ്തതായി കാണുന്നുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം ഇപ്പോഴും ക്രാഷ് ബാരിയർ പുതുതായിട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് ഭാഗത്ത് ഇനി വെക്കാനുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ജോയിൻറ്റ് ചെയ്ത് ഒരു ഭാഗം കാണാം ഇവിടെ. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് മുന്നോട്ട് വന്നിട്ടുള്ളൂ. നമ്മൾ ആ അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് ഇവിടെ കാണാം, നല്ല അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞതാണ്. ഇനി ഈ ഭാഗത്തൊന്നും ഒരു വർക്കുകളും ഇല്ല, ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള ഇങ്ങനെയുള്ള കുറേശ്ശെ ഭാഗത്തുള്ള വർക്കുകളൊക്കെ ഇങ്ങനെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന്. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ AM ഹോണ്ടൻ്റെ ഒരു ഷോറൂമിൻ്റെ അടുത്ത ഭാഗത്ത് ഇവിടെ പുതുതായിട്ട് ബോർഡുകൾ വെക്കുന്ന ഒരു വർക്ക് നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ അതിനെ ക്രെയിന് വെച്ചാണ് ബോർഡ് വെക്കാനുള്ള വർക്കാണ് നടക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ ട്രാഫിക്കൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്, സെറ്റാക്കുന്നുണ്ട്. ഇതാണ് വർക്ക് നടക്കുന്നുണ്ട്. എന്താണ് പേരെന്ന് ഞാൻ നോക്കിയിട്ടില്ല, അപ്പുറത്ത് പോയാലേ അറിയുള്ളൂ, നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇവിടെ തന്നെ ഒരു മെർജിങ് പോയിൻ്റൊക്കെ ഉണ്ട് ഈ അടുത്ത് തന്നെ. ഞാൻ അപ്പുറത്ത് നോക്കിയിട്ട് പറയാം എന്താണ് ബോർഡിൽ എഴുതിയിട്ടുള്ളതെന്ന് നോക്കട്ടെ. ഹൈവേൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വന്നിട്ട് ഇവിടെ കാണാം നമുക്ക് പുള്ളാടിക്കുന്ന് എന്നുള്ള ബോർഡാണ് കൊടുക്കുന്നത്. പുള്ളാടിക്കുന്ന് എത്താറായിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിൻ്റെ ബോർഡ് വെക്കുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ സെൻറ്ററിൽ തൂണ് വെച്ചിട്ടുള്ള ഈ ഭാഗത്തു നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറേ വാഹനങ്ങൾ ഇവിടെ പുള്ളാടിക്കുന്ന് വരുന്ന ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ വൺ സൈഡ് മാത്രമാണ് പോകുന്നത്.
ഒരു സൈഡിലൂടെ കടത്തി വിടുന്നില്ല. അപ്പോൾ അവിടെ ആ ഭാഗത്തൊക്കെ സർവീസ് റോഡിലൂടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടാണ് പോകാനുള്ളത്. പുള്ളാടിക്കുന്ന് വരുന്നത് വലിയൊരു ഓവർപാസ്, ഒരു ഫ്ലൈ ഓവറാണ് വരുന്നത്. ആ ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്തൂടെ നമുക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് മുകൾ ഭാഗത്തുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ബോർഡ് വെക്കുന്ന വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു അണ്ടർപാസ് കാണാം. ഇതാണ് എരഞ്ഞിക്കൽ ഭാഗത്തേക്ക് പോകുന്ന ഒരു അണ്ടർപാസ്, അതിൻ്റെ അടുത്ത വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള ഈ അണ്ടർപാസ് ഒരു ചെരിഞ്ഞൊരു ഡിസൈനിലാണ്. ഒന്ന് ക്രോസായിട്ട് കാണാം. ഇങ്ങനെ ഒരു ക്രോസായിട്ടാണ് ഈ വന്നിട്ടുള്ളത്. ഇങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ കട്ട് ചെയ്ത പോലെയല്ല, ഒരു ചെറിയ ക്രോസിലാണ്. ഇവിടെ റോഡും അങ്ങനെയാണ്. ഇതാണ് എരഞ്ഞിക്കൽ ഭാഗത്തേക്കൊക്കെ പോകുന്നത്. ഇതാണ് ഇവിടെയുള്ള സർവീസ് റോഡൊക്കെ. ഇവിടെയുള്ള ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വീണ്ടും പുതുതായിട്ട് ടാറിങ് കഴിഞ്ഞത് കാണാം സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ. ഇപ്പോൾ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തും ഇങ്ങനെയുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ പുതുതായിട്ട് വീണ്ടും ടാറിങ്ങുകൾ, ഹൈവേയിൽ വർക്ക് കഴിഞ്ഞതുകൊണ്ട് ടാറിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് കാണാം. ഇവിടെ ലൈറ്റിന് കണക്ഷന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വയറുകളൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവിടെയുള്ള ലൈറ്റിൻ്റെ കാലുകൾ കൊടുത്തിട്ടുള്ളത്. കാണാം നമുക്ക് ലൈറ്റിൻ്റെ കാല്. ഇവിടെ വയറുകളൊക്കെ റെഡിയാണ്. അപ്പോൾ അടുത്ത് തന്നെ ഇത് സെറ്റ് ചെയ്യുന്ന തോന്നുന്നു. ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന തോന്നുന്നു. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം, പുള്ളാടിക്കുന്ന് ജംഗ്ഷനിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, കുറച്ച് പേർക്കൊക്കെ ഞാൻ പറയുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റേതായിട്ടുള്ള ശൈലിയിൽ ഞാൻ പഠിച്ച ഭാഷയിലാണ് സംസാരിക്കുക. അപ്പോൾ പുതുതായിട്ട് ഇനി ഭാഷകളൊക്കെ മാറ്റി സംസാരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ശൈലിയിലാണ് സംസാരിക്കുക. അപ്പോൾ പുതിയ ശൈലി കൊണ്ടുവന്നാൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ പുള്ളാടിക്കുന്ന് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പുള്ളാടിക്കുന്ന് പറഞ്ഞാൽ വലിയൊരു ജംഗ്ഷനാണ് വരുന്നത്. ഇവിടെ ബോർഡുകൾ ഒക്കെ വെച്ച് കാണാം നമുക്ക് പുള്ളാടിക്കുന്ന് എന്നുള്ള. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് അടുത്തന്നെ. ഒരുപാട് ഭാഗത്തേക്ക് പോകുന്ന ഒരു ജംഗ്ഷനാണ്, വലിയൊരു ജംഗ്ഷനും കൂടെയാണ്. ഇവിടെയൊക്കെ പഴയ ഒരു ബോർഡൊക്കെ അവിടെ കാണുന്നുണ്ട്. ഞാൻ അത് നോക്കിയിട്ട് പറയാം. ഇതൊരു 1/2 കിലോമീറ്ററോളം നീളത്തിൽ വന്നിട്ടുള്ള ഒരു വലിയൊരു ഫ്ലൈ ഓവറാണ് ഇവിടെ വന്നിട്ടുള്ളത്. രാമനാട്ടുകര ഭാഗത്തേക്ക് പോകാൻ എന്നൊരു ബോർഡ് ഇവിടെ കാണുന്നുണ്ട്. ബസ്സുകളൊക്കെ ഇവിടെ കാണാം നമുക്ക്. നല്ല രീതിയിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത്. അപ്പോൾ ഇവിടെ താൽക്കാലികമായിട്ട് വെങ്ങളം ഭാഗത്തേക്ക് പോകുന്ന റോഡ് അടച്ചിട്ടുണ്ട്. അവിടെ ടാറിങ്ങിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ബോർഡൊക്കെ ഇവിടെ കാണാം, അടച്ചിട്ടുണ്ട്. അപ്പോൾ അത്തോളി, കുറ്റ്യാടി, പാവങ്ങാട്, പരുന്തുരുത്തി എന്നീ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു വലിയൊരു ജംഗ്ഷനും കൂടാണ് നമ്മുടെ ഈ ഭാഗത്ത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പുതുതായിട്ടൊരു ബസ് സ്റ്റോപ്പൊക്കെ വന്നത് കാണാം. നമുക്ക് അതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. ഇവിടെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട്. ടാറിങ്ങൊക്കെ കഴിഞ്ഞ് കുറേ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഈ വാഹനം ഇപ്പോൾ അവിടെ നിന്ന് വരികയാണ് തോന്നുന്നത്. ഇങ്ങനെയാണ് ബസ് സ്റ്റോപ്പ് കൊടുത്തിട്ടുള്ളത്. ഇനി ബോർഡുകളൊക്കെ വരാനുണ്ട്. ഒരു വലിയൊരു ഫ്ലൈ ഓവറാണ് ഇവിടെ. നല്ല വലുപ്പം ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാവങ്ങാട്, പരുന്തിരുത്തി ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത്തോളി ഭാഗങ്ങൾക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് രാമനാട്ടുകര അങ്ങോട്ട് ഭാഗങ്ങളിലേക്കൊക്കെ പോവാം. ഇവിടെ കുറേ കട്ടകളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ കണ്ടു നിങ്ങൾ ഫ്ലൈ ഓവറിൻ്റെ കാഴ്ച. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഫ്ലൈ ഓവറാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ പുതുതായിട്ട് ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പഴയ റോഡിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് ഇവിടെയും ടാറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാം ഇവിടെ പഴയ റോഡാണ്. ഇത് പുതിയതായിട്ട് ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ വരാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. ഇവിടെ നമുക്ക് റോഡിൻ്റെ സൈഡിൽ ഫുട്പാത്തിന് വിരിക്കുന്ന കട്ടകളാണ് ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. അത് കാണാം. ഇനി നമ്മൾ മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക്. ഇതാണ് ഇതിൻ്റെ അടിഭാഗത്തേക്ക് വരുമ്പോൾ കാണാം
കുറേ സാധനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള ഭാഗത്ത്, സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ടാറിങ്ങിന് മുന്നായിട്ടുള്ള ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് വൺ സൈഡ് മാത്രം, കുറച്ച് ഭാഗത്ത് മാത്രമാണ് ടാറിങ് ചെയ്തിട്ടുള്ളത്. കാണാം ഡ്രെയിനേജിൻ്റെ വർക്ക് അപ്പുറത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗത്തൊക്കെ ഇനി ടാറിങ് ചെയ്യാനുണ്ട്. അതിന് മുന്നോടിയായിട്ടുള്ള വർക്കാണ്. ഇവിടെ വെച്ച് കൊണ്ടാണ് ഈ കട്ടകൾ നിർമ്മിക്കുന്നത്. അതിൻ്റെ ഒരു അച്ചാണ് ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ഓരോ അച്ചുകളാണ്. ഇതിൽ വെച്ചിട്ടാണ് ഇവർ കട്ട ചെയ്യുന്നത്. കാണാം, നമുക്ക് ഒരുപാട് കട്ടകൾ വർക്ക് ചെയ്ത് എടുത്ത് വെച്ചത് കാണാം. ഇവിടെ വെച്ചാണ് ചെയ്യുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ ഒരു അച്ച് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. ഇവിടെ പിന്നെ കുറേ പൈപ്പുകൾ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. വർക്കിൻ്റെ ബാക്കിയുള്ള ആവശ്യങ്ങൾക്കുള്ളതായിരിക്കാം. ഇതാണ് പൈപ്പുകൾ. ഇവിടെ ഒരു ഡിവൈഡർ പോലെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. മന്ത്രിമാരൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പല ആക്ടിവിറ്റീസുകളൊക്കെ തുടങ്ങുന്ന, എക്സസൈസ് ചെയ്യുന്ന ഇത്, അതുപോലെ പല പരിപാടികളും തുടങ്ങുന്നൊക്കെ ആയി. അപ്പോൾ ഇങ്ങനെയുള്ള പാലങ്ങളുടെ അടിയിലൊക്കെ പല പരിപാടികളും തുടങ്ങാൻ പറ്റുന്നതാണ്. സർക്കാരിന് ജിമ്മുകളൊക്കെ തുടങ്ങുന്നത്, അതേപോലെ ചെറിയ ചെറിയ തട്ടുകടകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നു പറഞ്ഞെന്ന് വാർത്തകളിലൊക്കെ കേട്ട കാര്യം പറഞ്ഞാണ്. ഇനി തുടങ്ങുമോ അറിയില്ല. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക്. ഇവർ വെള്ളം സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഡ്രമ്മ് പോലെയുള്ളൊരു സംഭവമാണത്, ഒരു ഇരുമ്പിൻ്റെ. ഇവിടെയാണ് കട്ട നിർമ്മിക്കുന്നത് തോന്നുന്നത്. അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. കാണാം, ബേബി മെറ്റലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അത്തോളി ഭാഗത്തേക്ക് പോകുന്ന റോഡ്. നേരെ പോയാൽ നമ്മുടെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ഫ്ലൈഓവറിൻ്റെ മുകളിലൂടെയാണ് വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ താഴ്ഭാഗം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ തന്നെ ഒരു ബോർഡ് വെച്ച് കാണാം. രാമനാട്ടുകര, കൊച്ചി, ശബരിമല എന്നൊക്കെ ഉള്ള ബോർഡുകളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ പുള്ളാടിക്കുന്ന് ഫ്ലൈ ഓവർ അവസാനിക്കുന്ന ഈ ഭാഗത്ത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാം ഒരു പാലം. ഇതാണ് പുറക്കാട്ടീരി പാലം. പുറക്കാട്ടീരി പാലത്തിൻ്റെ ഭാഗത്ത് രണ്ട് സൈഡിലേക്കും വാഹനങ്ങൾ ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഇവിടെ സൈഡിൽ നടപ്പാതയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പാലത്തിന് കൈവരികളൊക്കെ കാണാൻ നമുക്ക് വർക്ക് നടക്കേണ്ടതുണ്ട്. ഇതിൻ്റെ കൈവരിൻ്റെ വർക്കുകളൊക്കെ ഇനി നടക്കാനുണ്ട്. കാണാൻ വാഹനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പഴയ പാലം അവിടെ കാണാം, അതിൽ ഇപ്പോൾ ബ്ലോക്കാക്കിയിട്ട് കിടക്കണ, വാഹനങ്ങളൊന്നും പോകുന്നില്ല. അവിടെ വർക്കുകളൊക്കെ നടക്കാനുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ കുറേ വാഹനങ്ങൾ അറിയാതെ രണ്ട് സൈഡിലൂടെയും പോകുന്നുണ്ട്. ഇവിടുന്ന് താഴെ ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടെ പോകുന്നുണ്ട്. കുറേ വാഹനങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നുണ്ട്. സ്ട്രൈറ്റ് ആയിട്ട് പോയാൽ പെട്ടെന്ന് നമുക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് എത്താൻ പറ്റും. താഴെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണിച്ച പുള്ളാടിക്കുന്ന് ജംഗ്ഷന് താഴ്ഭാഗത്ത് കൂടെ ഒക്കെ കാര്യം പോവാം. അപ്പോൾ അവിടെ ബ്ലോക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ പോവുകയാണ് നല്ലത്. താൽക്കാലികം അങ്ങനെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. അറിയാതെ കുറേ പേര് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫുട്പാത്തിൻ്റെ ഭാഗത്തും ഇവിടെ വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള ഹോളുകൾ കാണാം. ഇങ്ങനെ കമ്പികൾ പൊക്കി വെച്ചത് കാണാം. നമുക്ക് ഇതിനി ജോയിൻറ്റ് ചെയ്യാനും വർക്കുകളൊക്കെ നടക്കാനുണ്ട്. പുഴ നല്ല ഉഷാറായിട്ട് ഒഴുകുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ അടുത്തൊന്ന് പോയിട്ട് നോക്കാം. അപ്പോൾ പാലത്തിൻ്റെ സൈഡിൽ വന്നിട്ടുള്ള ഈ ഫുട്പാത്ത് അത്യാവശ്യം വീതിയിലും നല്ല രീതിയിൽ തന്നെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഫിനിഷിങ് വർക്കുകൾ, പെയിൻറ്റിങ്ങുകൾ, അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ലൈൻ മാർക്കിങ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ കാണാം ജോയിൻറ്റിങ്, ഇങ്ങനെയാണ് ജോയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ പോകാനുള്ളത് വെങ്ങളം ഭാഗത്തേക്ക്. ഇവിടെ കാണാം, താഴ്ഭാഗത്തേക്ക് ഇനി പോകുന്നില്ല. അവിടെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നും ഉണ്ടാവില്ല തോന്നുന്നത്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക്.
ഇവിടെ വർക്ക് നടക്കുന്നു എന്നുള്ളതൊക്കെ ബോർഡൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ജോയിൻറ്റിങ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു സപ്പോർട്ട് തരിക. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി വർക്കുകൾ കൂടുതലായിട്ടൊന്നുമില്ല, അവസാനിക്കാറായിട്ടുണ്ട്. ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണ് ഇനി ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. ക്യാമറ ടെസ്റ്റിങ്, അതുപോലെ ലൈറ്റിൻ്റെ ടെസ്റ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ നോക്കാം. ഇങ്ങനെയുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ കോഴിക്കോട് ബൈപ്പാസിൽ പല ഭാഗത്തുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. ഇവിടെയും നമുക്ക് കാണാം, ഈ ഭാഗത്ത് ക്രാഷ് ബാരിയർ പകുതി ഭാഗത്ത് വെച്ചിട്ടില്ല. അങ്ങനെ കുറേ ഭാഗത്ത് വെക്കാനുണ്ട്. ഇനി ഉള്ള ഭാഗങ്ങളിലൊക്കെ കുറേ ഭാഗത്ത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൂ. അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട്. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് റോഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ, പെയിൻറ്റിങ്, ക്രാഷ് ബാരിയറിന് പെയിൻറ്റിങ്, അങ്ങനെയൊക്കെ ഇനിയും കുറേ ഭാഗത്തുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് കുറച്ചുകൂടെ പോയി നോക്കാം. അപ്പോൾ നമ്മൾ കോരപ്പുഴ പാലത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടം വരെയാണ് റോഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്ത് ഇനി വർക്കുകൾ നടക്കാനുള്ളത്. ഈ ഭാഗത്ത് ടാറിങ്ങിൻ്റെ മുന്നോടിയായുള്ള മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാം കോരപ്പുഴ പാലം അവിടെയാണ്. നമുക്ക് അങ്ങോട്ട് അടുത്തേക്ക് പോയിട്ട് കാണാം. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ആ സൈഡിൽ പഴയ പാലത്തിലൂടെയാണ് വാഹനങ്ങളൊക്കെ പോകുന്നത്. പഴയ പാലം ഉള്ളതുകൊണ്ട് ഇനി അപ്പുറത്ത് പുതിയൊരു പാലം വരുമെന്ന് തോന്നുന്നില്ല. കാണാം നമുക്ക് പഴയ പാലത്തിലൂടെ തന്നെ വാഹനങ്ങൾ പോകുന്നത്. ഇവിടെയുള്ള പാലത്തിന് ഒരു ചെറിയൊരു മാറ്റമുണ്ട്. ഡിസൈനിൽ കുറച്ച് ഇങ്ങനെ പൊങ്ങി ഇറങ്ങുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ ഡിസൈൻ വന്നിട്ടുള്ളത്. പഴയ പാലും അതുപോലെ തന്നെയാണ്, ആ ഡിസൈൻ തന്നെയാണ് ഇവിടെയുള്ള ഇപ്പോൾ പുതുതായിട്ട് വെക്കുന്ന പാലവും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കമ്പി കെട്ടുന്ന വർക്കുകളൊക്കെയാണ്. അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിൻ്റെ മുന്നേ ഉള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് വർക്കുകൾ നടക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, കമ്പിൻ്റെ വർക്കാണ് നടക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലും ഒരു ഫുട്പാത്ത് കൊടുത്തിട്ടുണ്ട്, നടപ്പാത കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗത്തവിടെ ഒരു ഗ്യാപ്പൊക്കെ വിട്ടിട്ടുണ്ട്, കാണാം. അങ്ങോട്ട് ചെറുതായിട്ടിങ്ങനെ ഒരു ഉയരത്തിലേക്ക് പോകുന്ന രീതിയിലാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം. ഇവിടെ ഇതിൻ്റെ ജോയിൻ്റ് ഭാഗം കാണാം. ഇവിടെ ഒരു ചെറിയ ഒരു പാലം പോലെ ഉള്ള ഒരു ബീമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവർ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റ് പാലം വർക്കൊക്കെ നടക്കുന്ന ഭാഗത്ത് പച്ച കമ്പിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ അങ്ങനെയൊന്നുമല്ല, സാധാ കമ്പി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നൈറ്റിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അവിടെ ലൈറ്റുകളൊക്കെ വെച്ച് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അപ്പുറത്തേക്കോ ആ ഭാഗത്തേക്കോ ഒന്ന് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ. ഇവിടെ മെറ്റൽ ചെയ്ത ഭാഗത്ത് ഇപ്പോൾ ഒരു ടാങ്കർ വന്നിട്ട് നനക്കുന്നത് കാണാം നമുക്ക്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഈ ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് താഴ്ഭാഗത്ത് ഇതിൻ്റെ സൈഡിൽ സർവീസ് റോഡൊക്കെ ഉണ്ട് കേട്ടോ. സർവീസ് റോഡ് കാണാം നമുക്ക്. സർവീസ് റോഡൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് പുഴേൻ്റെ അവിടം വരെ പോകുന്നുണ്ട്. പുഴയുടെ താഴ്ഭാഗത്ത് അവിടെ ഒരു യൂ ടേൺ കൊടുക്കലായിരിക്കാം സാധാരണ, അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ആ ഭാഗത്തൂടെ അങ്ങോട്ട് തിരിച്ചു പോകാൻ നമുക്ക് അപ്പുറത്തൊന്ന് പോയി നോക്കാം. കൊടുത്തിട്ടുണ്ടോ അവിടെ സർവീസ് റോഡ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ സർവീസ് റോഡുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. പുഴയുടെ അവിടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ടുള്ള ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ കടന്നു പോകാനുള്ള അവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ കട്ട വെച്ച് ഉയർത്തിയിട്ട് ഇങ്ങനെ ഒരു റാമ്പ് പോലെ ഹൈവേയിലേക്ക് കയറാനുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുള്ള വർക്കാണ് അവിടെ നടക്കുന്നത്. ഇവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ഈ ക്രാഷ് ബാരിയർ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പോവാം നമുക്ക്. ഇതാണ് ക്രാഷ് ബാരിയർ കട്ട് ചെയ്യണത്. പഴയ ക്രാഷ് ബാരിയർ കട്ട് ചെയ്തെടുക്കണേ. ഇവിടെ കാണാൻ കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ക്രാഷ് ബാരിയർ കട്ട് ചെയ്തിട്ടുണ്ട്. അടിഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ
സെൻറ്ററിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ ക്രെയിനൊക്കെ ഉണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് ഇവരിത് എടുത്ത് മാറ്റുന്നതായിരിക്കും. അപ്പോൾ പുതിയ രീതിയിലേക്കുള്ള ക്രാഷ് ബാരിയർ നിർമ്മിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്ക് കാണാം ഇത് കട്ട് ചെയ്തത്, അടിഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയ ക്രാഷ് ബാരിയറാണ്. പിന്നെ എന്തിനാണ് ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് അറിയില്ല. ഇനി പുതിയ രീതിയിലേക്ക് മാറ്റാനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം കുറച്ചുകൂടി വീതി കൂട്ടിയിട്ട് ചെയ്യുന്നുണ്ടോ അറിയില്ല. ഇവിടെ കാണാം ഇതുപോലെ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കട്ടിങ് ചെയ്ത് അടിഭാഗത്തും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷമായിരിക്കും ഇത് എടുത്ത് മാറ്റുക. ഇവിടേക്ക് വരുമ്പോൾ ഇതാണ് ഞാൻ നേരത്തെ അവിടുന്ന് കാണിച്ച താഴെ ഭാഗത്തേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു ചെറിയ സർവീസ് റോഡ്. ഇങ്ങനെ ഹൈവേയിലേക്ക് വന്ന് കയറാനുള്ളതാണ്. ഇവിടെ പഴയ ഭാഗത്തുള്ള കോൺക്രീറ്റുകളൊക്കെ പൊട്ടിക്കുന്നുണ്ട്. പാലത്തിൻ്റെ പഴയ ഭാഗത്തുള്ള ഈ സൈഡിലുള്ള പാലത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന കോൺക്രീറ്റ് ഭാഗങ്ങളൊക്കെ പൊട്ടിച്ചെടുക്കണേ. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ലോറിയിലുള്ള ജനറേറ്റർ ഉപയോഗിച്ച് ആ കാണുന്ന മെഷീനിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഭയങ്കര റിസ്ക്കിയായ വർക്ക് തന്നെയാണ്. ഇതാണിപ്പോൾ ചെയ്യുന്നത്. ഇതിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള. അപ്പോൾ ഇതാണ് നമ്മുടെ കോരപ്പുഴ പാലം. കോരപ്പുഴ പാലത്തിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ വെങ്ങളം ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ റോഡ് റോളറൊക്കെ വന്നിട്ടുണ്ട്. വളരെ വേഗത്തിലായിരുന്നു. നമ്മൾ പോകാൻ നിന്ന സമയത്ത് തന്നെ ഇവിടെ വീണ്ടും അമർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോവാണ് ഇനി ഇവിടുന്ന് മുന്നോട്ട്. നമ്മൾ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പഴയ പാലത്തിൻ്റെ സൈഡിൽ ഫുട്പാത്തൊക്കെ ഉള്ളത് കൊണ്ട് വീതി വല്ലാതെ ഒന്നും കുറവാകാൻ സാധ്യതയില്ല. നമുക്ക് കാണാം രണ്ട് സൈഡിലും ഫുട്പാത്തൊക്കെ ഉള്ള പാലം തന്നെയാണ് പഴയ പാലം. അപ്പോൾ ഈ പഴയ പാലത്തിൻ്റെ രണ്ട് സൈഡിലുള്ള ഫുട്പാത്തുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഏകദേശം ഈ പാലത്തിൻ്റെ വീതിയിൽ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ കോഴിക്കോട് ഫ്ലൈ ഓവറുകളൊക്കെ വരുന്ന രാമനാട്ടുകര ഫ്ലൈ ഓവർ, അതുപോലെ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ ഒക്കെ മുകളിലൊക്കെ വീതി കുറച്ച് കുറവാണ്. നമുക്കറിയാം പഴയ പാലങ്ങളായതുകൊണ്ട്. അതുപോലെ അറപ്പുഴ പാലം വരുന്ന ഭാഗത്തൊക്കെ പാലത്തിൻ്റെ വീതി വളരെ കുറവാണ്. അപ്പോൾ അവിടെയൊക്കെ പുതിയ പാലങ്ങൾ വന്നാൽ പഴയ പാലത്തിൻ്റെ വീതി ഭാഗത്ത് കുറച്ച് കുറവായിരിക്കും കാണാൻ. നമുക്ക് അങ്ങനത്തെ ഒരു ഇതിനാണ് മനസ്സിലാക്കാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് വീതിയുള്ള പാലങ്ങളൊക്കെ ആയതുകൊണ്ട് പ്രശ്നമില്ല തോന്നുന്നത്. അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ വെള്ളം നിർത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ഫുട്പാത്ത്. അതിന് വേണ്ടിയുള്ള കമ്പികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഏകദേശം സെൻറ്റർ ഭാഗം വരെ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ കുറച്ച് ഭാഗത്താണ് ഇനി കോൺക്രീറ്റിങ് നടക്കാനുള്ളത്. ഇവിടെ ഒരു ഇറ്റാച്ചി പുഴയിൽ എന്തൊക്കെയോ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് വെയിലായതുകൊണ്ട് വലിയ ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോവാം. ഇവിടെ പാലത്തിൻ്റെ മുകളിൽ നനക്കാനുള്ള വെള്ളം ഈ ടാങ്കിലാണ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ കാണുന്ന ആ ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന് വെക്കണേ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം വറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഒരു കണ്ടില്ലേ ഒരു പച്ച പൈപ്പ്, അത് ഉപയോഗിച്ച് ഇവിടെ വർക്കേഴ്സ് ഉണ്ട്, അവർ നനക്കുമായിരിക്കും. അതിന് വേണ്ടിയുള്ള കുറേ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് വീഡിയോ എടുക്കാൻ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. മറ്റുള്ള ചാനലുകളെയൊക്കെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അതുകൊണ്ടാണ് ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോ എടുക്കാൻ ഒരു മടി. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ള യാത്രകൾ സാധ്യമാകുള്ളൂ. അപ്പോൾ നമ്മൾ വെങ്ങളം ഭാഗത്ത് എത്തിയിട്ടുണ്ട്. വെങ്ങളം ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പുതിയൊരു കാഴ്ച എന്താ പറഞ്ഞാൽ, സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്ത് സെൻറ്ററിൽ ഇങ്ങനെ ലൈൻ മാർക്കിങ് ചെയ്തത് കാണാം. ഇത് മറ്റ് ഭാഗത്തൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അതായത് പുതിയൊരു കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ ബോർഡൊക്കെ വരാനുള്ള ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെങ്ങളം എന്നുള്ള ബോർഡൊക്കെ വരാനുള്ളതാണ്.
ഈ വെങ്ങളം ഭാഗത്ത് വരുന്ന ഒരു ഫ്ലൈ ഓവറിൻ്റെ അടുത്താണ് എത്തിയിട്ടുള്ളത്. ഈ ഭാഗത്താണ് ഒരു മെർജിങ് പോയിൻ്റൊക്കെ ഉണ്ട്, കാണാൻ വാഹനങ്ങളൊക്കെ ഇതിലൂടെ കടന്നു വരുന്നത്. വെങ്ങളം ഭാഗത്ത് വലിയൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫ്ലൈ ഓവർ തന്നെയാണ്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഹൈവേ ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വിട്ടിരിക്കുകയാണ്. ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ വരെ പോവാം. ആ ഭാഗത്ത് എന്തൊക്കെയാണ് അവിടെ ഇനി വർക്കുകളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ വെങ്ങളം ഓവർ പാസിൻ്റെ അടിയിൽ എത്തിയിട്ടുണ്ട്, ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയും വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞത് കാണാം നമുക്ക്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ ഒരു ഗർഡറാണ് കാണാം നമുക്ക്. ഇരുമ്പിൻ്റെ ഗർഡറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് അങ്ങനെ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ള വർക്കുകളൊക്കെ ഇനിയും ഫിനിഷിങ് വർക്കുകളൊക്കെ നടക്കാനുണ്ട്. അതുകൊണ്ടാണ് അതിൽ വാഹനങ്ങൾ കടന്നു പോകുന്നില്ല. ഇവിടെ ഒരു അത്യാവശ്യം വലിയൊരു ജംഗ്ഷനും കൂടെയാണ്. ആ ബസ് പോകുന്ന ഭാഗത്തേക്ക് കോഴിക്കോട് എലത്തൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു റോഡാണ്. അപ്പോൾ ഇവിടെയും വലിയൊരു ഫ്ലൈ ഓവർ തന്നെ വന്നിട്ടുള്ളത്. പുള്ളാടിക്കുന്നിലൊക്കെ വന്ന പോലുള്ള ഒരു ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നീളമൊക്കെ തോന്നിക്കുന്ന ഒരു ഫ്ലൈ ഓവറാണ്. ഇവിടെ കാണാം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്ക് ചെയ്യാൻ പാടില്ല, താൽക്കാലികമായതുകൊണ്ടായിരിക്കും. ഇവിടെ റോഡിൻ്റെ സൈഡിൽ കട്ട ഫുട്പാത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കട്ട വെച്ചിട്ടുള്ള. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണാൻ ഒരു ബീം ഇങ്ങനെ കൊടുത്ത പോലെ ഒരു ക്രഷ് ബാരിയർ പോലെ ഇങ്ങനെ ഒരു ഭാഗം, കുറച്ച് ഭാഗം സൈഡിൽ കട്ട വിരിച്ച് വർക്കുകളൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് വീതിയുള്ള പോലെ തോന്നുന്നുണ്ട്. മറ്റു ഭാഗത്തൊന്നും ഇത്ര വീതിയൊന്നും കാണില്ലേന്ന്. ഇവിടെ കുറച്ച് വീതിയുള്ള പോലെ തോന്നുന്നുണ്ട്. പല ഭാഗത്തും ഈ സർവീസ് റോഡ് പല വീതിയിലാണ് കാണുന്നത്. കക്കാട് ഭാഗത്തൊക്കെ വളരെ കുറഞ്ഞ വീതിയിലുള്ള ഒരു ഭാഗമൊക്കെ ഉണ്ട്. അതെന്താണ് അങ്ങനെ വന്നതെന്ന് അറിയില്ല. ഇത് ഇവർ തോന്നുന്ന ഭാഗങ്ങളിലൊക്കെ പല വീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറ്റണ കക്കാട് ഭാഗത്തുള്ള ഒരു വീഡിയോൻ്റെ കണ്ടം ഇവിടെ പറ്റണ ഇതിൻ്റെ കൂടെ ചേർക്കാൻ നോക്കട്ടെ. ഇവിടെ കാണാൻ നമുക്ക് പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള ശൈലിയിലാട്ടോ പറയുന്നതൊക്കെ. ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല, ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം. എൻ്റെ നാട്ടിലെ എൻ്റേതായിട്ടുള്ളൊരു ഭാഷയിലാണ് പറയുക. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പുതുതായിട്ടൊക്കെ ഭാഷയൊക്കെ പഠിക്കാൻ സെറ്റാവും തോന്നില്ല. ഇവിടെ സെൻറ്റർ ഭാഗത്തൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നു. ഇവിടെ കുറേ മണ്ണൊക്കെ കൊണ്ടുവന്ന് കൂട്ടുന്നുണ്ട്. ഇവിടെ ഫുട്പാത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ആ ഭാഗത്തും ഇതുപോലെ ഫുട്പാത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ആ ഭാഗത്തൊന്നും ഫുട്പാത്ത് ചെയ്തിട്ടില്ല. കണ്ടില്ലേ, അത്യാവശ്യം നീളമുള്ള ഒരു ഫ്ലൈ ഓവറാണ് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം കാണും. ഇവിടുന്ന് അങ്ങോട്ടൊരു വളഞ്ഞ് പോവാണ്. കുറേ ഭാഗത്ത് അങ്ങോട്ട് പെയിൻറ്റ് ചെയ്യാതെയൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ ഈ ഫുട്പാത്തിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട്. ആ വീടൊക്കെയുള്ള ഭാഗത്ത് അവർക്കൊക്കെ നല്ലൊരു വൃത്തിയിലുള്ള ഒരു ഭാഗമായി കാണും. ഇവിടെയൊക്കെ അതിനുള്ള വർക്കുകൾ ഇനി നടക്കാനുണ്ട്. വെങ്ങളം ഭാഗത്താണത്. കണ്ടില്ലേ, ആ വീടിൻ്റെ ഒക്കെ അങ്ങോട്ട് ആ ഭാഗത്ത് അവിടെ ഇങ്ങനെ മാത്രം ചെരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഫുട്പാത്ത് ആളുകൾക്ക് വണ്ടിയൊക്കെ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ചെരിവാക്കി റോഡിൻ്റെ അതേ നിരപ്പാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെങ്ങളം ഭാഗം വരെ വരുമ്പോൾ, മാളിക്കടവ് മുതൽ വെങ്ങളം വരെ വരുമ്പോൾ ഉള്ള കാഴ്ചകൾ, പുതിയ പുതിയ മാറ്റങ്ങൾ. അപ്പോൾ നിങ്ങൾ ആദ്യമായി കാണുന്നവർ ചാനലൊന്നും കൂടെ പറയണേ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ വരുന്ന സർവീസ് റോഡ്. കക്കാട് ഭാഗത്താണ് ഇത് ഇങ്ങനെ വന്നിട്ടുള്ളത്. വീതി വളരെ കുറവാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഈ ഭാഗത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലങ്ങളൊന്നുമല്ല. ഈ ഭാഗത്ത് വീടോ കടകളോ ഒന്നുമില്ല. ഇവിടെ കുറച്ച്
കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഭാഗമാണ്. കണ്ടില്ലേ, വളരെ വീതി കുറവാണ്. ഇവിടെ ഒരു ബസ് പോകാൻ കണ്ടില്ലേ, ആ ഒരു ബസ്സിന് കറക്റ്റ് വീതിയാണ്. അത്രയും വീതി കുറച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ റോഡ് പണി നടന്നു എന്ന് ഒരു ഐഡിയ ഇല്ല. കണ്ടില്ലേ, വളരെ വീതി കുറവാണ്. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും വീതിയുണ്ട്. ഇത്രയും സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്ന ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗം വളരെ വീതി കുറച്ച് ആണ് കാണുന്നത്. ഇതിൻ്റെ സൈഡിൽ കാണാൻ നമുക്ക് കാട് പിടിച്ച് കിടക്കണേ. അതിൻ്റെ അപ്പുറത്താണ് പഴയ റോഡ്. പഴയ റോഡിൻ്റെയും ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ റോഡിൻ്റെയും ഇടയിലുള്ള കുറച്ച് ഭാഗമാണ് ഇത്. എന്തുകൊണ്ടെന്ന് അറിയില്ല.